നമസ്കാരം. ഏറെക്കാലം ലോകത്തെ വിരൽത്തുമ്പിൽ നിർത്തിയ ചൈനയുടെ സമ്പദ് വ്യവസ്ഥ തകർന്നു തുടങ്ങി. ചൈനയിൽ ആഭ്യന്തര വിപണിയിൽ ഡിമാൻഡുകൾ ഇല്ലാതായി മാറി. ആഭ്യന്തര വിപണി ഇല്ലാതായി മാറി എന്ന് തന്നെ പറയാം. ഇനി കയറ്റുമതി രംഗത്തേക്ക് നോക്കുകയാണെങ്കിലോ ചൈനയ്ക്ക് പല ഭാഗത്തു നിന്നും പല രാജ്യങ്ങളും താരിഫുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയോ യൂറോപ്പിലേക്കോ ഒക്കെയും ഈ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ചൈനീസ് കമ്പനികൾ ഒരുങ്ങുന്നത്. ഇന്ത്യയിലാകട്ടെ ചൈനയ്ക്കുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ പരമാവധി കുറച്ചുകൊണ്ടുവരികയാണ്. ചില നിക്ഷേപങ്ങൾ ഓട്ടോമാറ്റിക് റൂട്ടിൽ തന്നെ ഇന്ത്യ നടത്തുവാൻ വേണ്ടിയിട്ട് അനുമതി കൊടുക്കാനിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ചൈന ഇന്ത്യയിലേക്ക് നിക്ഷേപം നടത്താൻ ഒരുങ്ങുന്നത്. പക്ഷേ ഇതിൽ വലിയ ആശങ്കകളാണ് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. ഒരുപക്ഷെ ഈ നിക്ഷേപ സാധ്യതകൾ തുറന്നു കൊടുക്കുമ്പോൾ അത് ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ സുരക്ഷയെ ചൈന ബാധിക്കുമോ എന്നുള്ള ആശങ്കകളുമുണ്ട്. ഇന്ത്യയുടെ തകർച്ചയ്ക്ക് ഇതൊരു തുടക്കമാകുമോ എന്നുള്ള രീതിയിലുള്ള ചിന്തകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കാരണം ചൈനയ്ക്ക് ഇടം കൊടുത്ത രാജ്യങ്ങളെല്ലാം തന്നെ ചൈന വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അമേരിക്കയിൽ പോലും ചൈനീസ് സാധനങ്ങൾ കൊണ്ട് ഡംപ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. വലിയ വെല്ലുവിളിയാണ് അവർ ഈ ഇടങ്ങളിലൊക്കെയും ഒരുക്കിയത്. ഇനി ആഫ്രിക്കയിലാകട്ടെ കടം കൊടുത്ത ഇടം സ്വന്തമാക്കുന്ന തന്ത്രമാണ് ചൈന ഉപയോഗിച്ചത്. ഇവിടേക്ക് നിക്ഷേപം നടത്തുന്നതോടൊപ്പം ആ പ്രദേശങ്ങൾ മുഴുവൻ ചൈനീസ് ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഇടുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട് ഈ രാജ്യങ്ങളിലൊക്കെയും. പക്ഷേ അവർ കളിക്കുന്നത് ഇന്ത്യയോടാണ്, മോദി സർക്കാരിനോടാണ്. അതാണ് ചൈനയ്ക്ക് ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും. 26% താഴെ നിക്ഷേപങ്ങൾ മാത്രമേ ചൈനയെ അനുവദിക്കുകയുള്ളൂ. അതായത് കമ്പനികളുടെ കൺട്രോൾ ഇന്ത്യൻ ഉടമകളുടെ കയ്യിൽ തന്നെ ആയിരിക്കും. ഇനി ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ ഇതിന് പകരമായിട്ട് കൃത്യമായ രീതിയിൽ തന്നെ ചൈന നടത്തേണ്ടിയിരിക്കും. 3 പതിറ്റാണ്ടിലേറെക്കാലത്തെ പരിശ്രമത്തിനൊടുവിൽ ചൈനയ്ക്ക് സ്വന്തമായ ചില ടെക്നോളജികളുണ്ട്. അത് സോളാർ ടെക്നോളജിയുടെ കാര്യത്തിലായാലും വാഹന വിപണിയുടെ കാര്യത്തിലായാലും ചില മേഖലകളിലൊക്കെയും ചൈനയ്ക്ക് വലിയ സാങ്കേതികമായ സാധ്യതകളുണ്ട്. ഈ സാധ്യതകളാണ് ഇന്ത്യക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇന്ത്യ ഇവർക്ക് നിക്ഷേപ സാധ്യത ഒരുക്കി കൊടുക്കുന്നതും. നമ്മളിപ്പോൾ നോക്കിയാൽ ഏറ്റവും പ്രീമിയം ഉൽപ്പാദനങ്ങളുടെ എല്ലാം ഉൽപ്പാദനം നടക്കുന്നത് ചൈനയാണ്. ഈ മേഖലയിലേക്കാണ് ഇന്ത്യ കണ്ണുവയ്ക്കുന്നത്. ഒരിക്കൽ അമേരിക്കയിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നും ഒക്കെ ഉൽപ്പാദനത്തിനുള്ള അവസരം ചൈന സ്വന്തമാക്കി. ആ രാജ്യങ്ങളെയൊക്കെയും ചൈന ഉപയോഗിച്ചു. അതേ രീതിയിലാണ് ഇന്ത്യ ചൈനയെ ഉപയോഗിക്കാൻ പോകുന്നത്. ഇന്ത്യ ഉപയോഗിക്കാൻ പോകുന്നത് ഇന്ത്യൻ യുവതയുടെ കരുത്താണ്. നമ്മൾ പരമാവധി ഉൽപ്പാദനം നടത്തുകയും ഇന്ത്യൻ യുവതയെയും ഇന്ത്യൻ ലേബർ ഫോഴ്സിനെയും ഈ രീതിയിൽ ഉപയോഗിച്ചാൽ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ വളർച്ച 10 മടങ്ങായി തീരും. ഡ്രാഗൺ ഇന്ത്യയെ വിഴുങ്ങുകയല്ല, ഇന്ത്യ ഡ്രാഗണെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. ഒപ്പം ഇന്ത്യൻ നിരീക്ഷണം പഴയതുപോലെ അല്ല, അതിശക്തമായ രീതിയിലാണ്. ചൈനയ്ക്ക് ഇടം വലം തിരിയാൻ പറ്റാത്ത ഒരു രീതി തന്നെ ഇന്ത്യയിലുണ്ടാകും. ഒരു കാലത്ത് ലോകത്തിൻ്റെ ഫാക്ടറി ആയിരുന്ന ചൈന ഇന്ന് വലിയ സാമ്പത്തിക വെല്ലുവിളി തന്നെയാണ്. ഇതാണ് ഇന്ത്യ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. ഒപ്പം ചൈനയ്ക്ക് പഴയതുപോലെ മാൻ പവർ ഇല്ല. ചൈനയുടെ പോപ്പുലേഷൻ വാർദ്ധക്യത്തിലാണ്, ഇന്ത്യ യുവത്വത്തിലാണ്. ആഭ്യന്തര വിപണി തകർന്നു കഴിഞ്ഞു. റിയൽ എസ്റ്റേറ്റ് സെക്ടർ പൂർണ്ണമായും നശിച്ചു. സ്മാർട്ട് ഫോൺ വ്യാപാരം ഉൾപ്പെടെയുള്ള മേഖലകളൊക്കെയും ചൈനയിൽ വെല്ലുവിളി നേരിടുന്നു. ഇപ്പോഴാണ് മേക്കിംഗ് ഇൻ ഇന്ത്യയുടെ കീഴിൽ സുരക്ഷിതമായൊരു ഇടത്താവളമായി, സുരക്ഷിതമായൊരു താവളമായി ഇന്ത്യയെ മാറ്റുവാൻ വേണ്ടിയിട്ട് ചൈന ശ്രമിക്കുന്നത്. ചൈനയുടെ ഈ സാധ്യതയാണ് ഇന്ത്യ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതും. ഇന്ത്യൻ യുവതയെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഉത്പാദനം നടത്തുന്നതോടൊപ്പം ചൈനയുടെ നിക്ഷേപം പരമാവധി കുറച്ച് ഇന്ത്യയിൽ ചൈനയ്ക്ക് മേൽ ഒരു ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു രംഗത്തിന് കൂടിയാണ് കളമൊരുങ്ങുന്നത്. ഇതോടുകൂടി ലോകത്തിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിറയുകയും ചൈന ഉൽപ്പന്നങ്ങൾ പിറകിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകുകയും ചെയ്യും. ഇത് അക്ഷരാർത്ഥത്തിൽ ചൈനയെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് ഘട്ടമായിട്ടുള്ള തകർച്ചയിലേക്കാണ്, ഇന്ത്യയുടെ വളർച്ചയിലേക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.